ഞാൻ ഒരുപാടധികം യാത്രകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ആൾക്കാരായിട്ട് സംസാരിക്കാനുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പല ഭാഷകളും വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറുകളും ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യർ. ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ ഞാൻ ചോദിക്കുന്ന ഒരു കോമൺ ചോദ്യമാണ്: നിങ്ങൾ പറക്കുന്നളികളിൽ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്ന മറുപടി ഭൂരിഭാഗം നിഷേധിച്ചിട്ടുള്ള മറുപടികളാണ്. ഇങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല, ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ്, നമ്മുടെ പഴമക്കാരെല്ലാം ഈ ഒരു സംഭവത്തെ പണ്ടേ ഉപേക്ഷിച്ചതാണ് എന്നുള്ളൊരു പൊതു അഭിപ്രായമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നീട് എന്തുകൊണ്ടാണ് ഇത് വെറും കെട്ടുകഥകളാണ് എന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്നത് ഒരേ ഒരു ഉത്തരം മാത്രമാണ്: ഇതൊക്കെ പണ്ട് മുതലേ ഒരുപാട് ആൾക്കാർ പറയുന്ന കാര്യങ്ങളല്ലേ, ഇതിലൊന്നും യാതൊരു കാര്യവുമില്ല എന്നതാണ് എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം സയൻസിനെ പറ്റി ഒരുപാടധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി, പിന്നീട് ശാസ്ത്രത്തിന്റെ ഫ്ലോസിനെ മുഴുവനും ചോദ്യം ചെയ്യാനും തുടങ്ങി. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുന്നു. എന്നാൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് ആളുകൾ ഈ UFO എന്നൊക്കെ പറയുന്നത് വെറും കെട്ടുകഥകളായിട്ട് മാത്രം കാണുന്നത്? അതിന്റെ ശരിക്കുമുള്ള ഒരു കാരണം എന്തായിരിക്കും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള UFO ഫയൽസിനകത്ത് ഒരു പെർട്ടിക്കുലർ ഫയൽ അത് വളരെയധികം ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ ഒരു സംഭവത്തെ പറ്റി ഇതിന് മുമ്പ് ഞാൻ പലതവണ കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു സംഗതി നമ്മുടെ ഗവൺമെന്റ് തന്നെ റിലീസ് ചെയ്തപ്പോഴാണ് അത് ശരിക്കും ശരിയാണ് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത്. ഈ വീഡിയോ കാണുന്നതിലൂടെ എന്തുകൊണ്ടാണ് ആളുകളെല്ലാം പറക്കുന്നളികളെ ഇത്ര അധികം നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നത് എന്ന് നിങ്ങൾക്ക് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഒരു പക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു വീഡിയോ പുറത്തേക്ക് വരാൻ പോകുന്നത്. ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് കുറച്ചധികം വിവരങ്ങളാണ്. വളരെയധികം ക്ഷമയോടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യമില്ലേ, അതിനുള്ള ഒരു കറക്റ്റ് ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിന്റെ എല്ലാം തുടക്കം ഏകദേശം ഒരു 74 വർഷങ്ങൾക്ക് മുന്നെയാണ്. 1952 ജൂലൈ 19 അമേരിക്കയിലെ വാഷിംഗ്ടൺ DC-യിലുള്ള വൈറ്റ് ഹൗസിൽ ഏകദേശം ഒരു 7ഓളം പറക്കുംതളികളെ അവിടെയുള്ള എയർ ട്രാഫിക് കൺട്രോളർ അദ്ദേഹത്തിന്റെ കൈവശമുള്ള റഡാറിലൂടെ ഡിറ്റക്ട് ചെയ്യുന്നു. അന്ന് അവർ കണ്ടത് നിസ്സാരത്തിൽ പോകുന്ന സംഭവങ്ങളൊന്നും അല്ലായിരുന്നു. ഇത് പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യും, പെട്ടെന്നായിരിക്കും ഇത് ബ്രേക്ക് പിടിക്കുന്നത്. അതിനുശേഷം അവിടെ കുറെ നേരം ഇങ്ങനെ ഹോവർ ചെയ്ത് നിൽക്കും, പിന്നെയും ആക്സിലറേറ്റ് ചെയ്യും. അങ്ങനെ പല പല കലാപരിപാടികളാണ് അന്ന് അവർ കണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഇത് സംഭവിക്കുന്നത് ഒരു പ്രസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ മുകളിൽ വെച്ചിട്ടാണ്. ഇത് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു ഫൈറ്റർ ജെറ്റിനെ അയക്കുന്നു. പക്ഷേ ഈ ഫൈറ്റർ ജെറ്റുകൾ അവിടെ എത്തിയ സമയം കൊണ്ട് ഈ സംഭവം എങ്ങോട്ടോ പോയി മറിഞ്ഞു. അവർക്ക് ഈ ഒരു സംഭവത്തെ കാണാൻ കഴിഞ്ഞില്ല. പിന്നീട് ഒരാഴ്ചക്ക് ശേഷം ഇവർ ഇതേ സംഭവത്തെ ഇതേ സ്ഥലത്ത് വെച്ച് റഡാറിൽ പിടിക്കുന്നു. അതിന്റെ പുറകെ വീണ്ടും ഫൈറ്റർ ജെറ്റ് പോകുന്നു. പക്ഷേ ഈ ഒരു സംഭവത്തെ അവർക്ക് രണ്ടാമത്തെ പ്രാവശ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവർ പറയുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് ഈ ഒരു സംഭവം യാത്ര ചെയ്തിരിക്കുന്ന വേഗത എന്ന് പറയുന്നത് 7000 മൈൽസ് പെർ അവർ ആണ്. 2026 നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി ഉപയോഗിച്ച് പോലും അത്ര അധികം വേഗത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവത്തെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു സംഭവത്തെ കണ്ടിരിക്കുന്നത് ഈ റഡാറിൽ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന പല പല ആൾക്കാരും, സാധാരണ ജനങ്ങളെല്ലാം ഈ ഒരു സംഭവത്തെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ്. ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് 100% ഈ ഒരു സംഭവം വളരെയധികം വൈറലായി പോകാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് ശരിക്കും സംഭവിച്ചത്. ആ കാലത്തെ പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്തയാണ് ശരിക്കും ഇത്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇതെന്താണെന്നുള്ളതിന്റെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ ആർക്കും തന്നെ ലഭിക്കുന്നില്ല. അതോടൊപ്പം ഇതൊക്കെ കണ്ടു നിന്ന സാധാരണ ജനങ്ങളുടെ ഇടയിലും ആ ഒരു ചോദ്യമുണ്ട്: ഇതെന്താണ് ഞങ്ങളന്ന് കണ്ടത്? അപ്പോ ഈ ചോദ്യം ചോദിക്കുന്നത് ഗവൺമെന്റിനോടാണ്. അപ്പോ ഇത്രയധികം പ്രഷർ വന്നതുകൊണ്ട് തന്നെ CIA എന്ന് പറയുന്ന ഒരു ഏജൻസിക്ക് ഈ ഒരു സംഭവത്തിൽ ഇന്റർവ്യൂ ചെയ്യേണ്ടി വന്നു. ഇവിടെ CIA വരാനുള്ളതിന്റെ കാരണം പറക്കുംതളികളെ പറ്റി പഠിക്കാനോ ആ ഒരു മിസ്റ്ററി സോൾവ് ചെയ്യാനോ അല്ല. പകരം ഈ ഒരു സംഭവത്തെ പൊതുജനങ്ങൾ കണ്ടതുകൊണ്ടും അതിന്റെ ഒരു ഫലമായി ഉത്തരങ്ങൾ തേടി ഒരുപാടധികം സാധാരണ ജനങ്ങൾ മിലിറ്ററിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും തുടങ്ങി. അതിനുവേണ്ടി ഇവർ ഉപയോഗിച്ചു വന്ന മാർഗം ടെലിഫോണാണ്. അവിടെയാണ് ഏറ്റവും വലിയൊരു കുഴപ്പം കിടക്കുന്നത്. ഇത് 1952 അതായത് കോൾഡ് വാർ എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് സോവിയറ്റ് യൂണിയന്റെ കയ്യിൽ നിന്ന് എപ്പോ വേണമെങ്കിലും ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ ആ കാലഘട്ടത്ത് മിലിറ്ററി തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ചാനൽ എന്ന് പറയുന്നത് ടെലി കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത്ര അധികം ടെൻഷൻ നിറഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ഒരുപാടധികം റാൻഡം ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നത്, പറക്കുന്നിളകളെ കാണുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്.
അങ്ങനെ അപ്രതീക്ഷിതമായി ആയിരക്കണക്കിന് ടെലിഫോൺ കോളുകൾ ഒരേ സമയത്ത് ഇങ്ങനെ വരുമ്പോൾ ആ ഒരു സ്ഥലത്തെ ടെലിഫോൺ ലൈൻ എല്ലാം ജാം ആവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സമയത്ത് അമേരിക്കയ്ക്ക് സോവിയറ്റ് യൂണിയന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു അറ്റാക്ക് വരികയാണെങ്കിൽ അത് മിലിറ്ററികൾ തമ്മിൽ സംസാരിക്കാനുള്ള ആ ഒരു ചാനലാണ് ഇപ്പൊ ബ്ലോക്ക് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിലിറ്ററിക്ക് ഈ അറ്റാക്കിനെ പ്രതിരോധിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ ബ്ലോക്ക് ആവുകയാണ്. വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അത് ഉണ്ടാക്കി തീർത്തത് അവരുടെ സ്വന്തം മണ്ണിൽ നിൽക്കുന്ന സാധാരണ ജനങ്ങളാണ്. അതേസമയം ഇവർക്ക് വേറെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ പറയുന്ന പറക്കുന്നകളികളെല്ലാം സോവിയറ്റ് യൂണിയന്റെ എന്തെങ്കിലും ഒരു കളികളായിരിക്കുമോ? ഇനി അഥവാ അവർ കണ്ടിരിക്കുന്നത് സോവിയറ്റ് യൂണിയൻ തന്നെ പറത്തിവിട്ട എന്തെങ്കിലും ഒരു സംഭവമായിരിക്കുമോ? ഇനി അതുമല്ലെങ്കിൽ വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് കൺക്ലൂഷൻ കൂടിയുണ്ട്. ഈ പറയുന്ന പറക്കുന്നകളിലൊക്കെ ശരിക്കും അൺനോൺ ആയിട്ട് എടുക്കുന്ന ഒരു സംഭവമാണ്. അതെന്താന്ന് നമുക്കറിയില്ല. ഈ ഒരു സംഭവത്തെ മിലിറ്ററി ഉൾപ്പെടെ ഒരുപാടധികം ആൾക്കാർ കാണുകയും അതിന്റെ ഭാഗമായി നേരത്തെ പറഞ്ഞ പോലെ ഒരുപാടധികം ആൾക്കാർ മിലിറ്ററിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ജാം ആവും എന്നുള്ളൊരു വിവരം സോവിയറ്റ് യൂണിയൻ അറിയാൻ ഇടയായി കഴിഞ്ഞാൽ അവർക്ക് നിഷ്പ്രയാസം ഒരു അറ്റാക്ക് അമേരിക്കയിലേക്ക് വിടാൻ കഴിയും. അങ്ങനെ എങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അവർ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. ഇവിടെ ജനങ്ങൾ പേടികൊണ്ടും കൺഫ്യൂഷൻ കൊണ്ടാണ് മിലിറ്ററിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നാൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മൂലം ഈ ഒരു അറ്റാക്ക് സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഒരു വലിയ നാശനഷ്ടം സംഭവിക്കും. അതിന്റെ അർത്ഥം ഇവരെല്ലാവരും കണ്ടിരിക്കുന്ന പറക്കുന്ന കളികൾ അവിടെ വിഷയമാവുന്നില്ല. അപ്പോൾ ജനങ്ങളുടെ റാൻഡം ആയിട്ടുള്ള ഈ ഒരു ബിഹേവിയർ, ആ ഒരു സംഭവത്തെ കൺട്രോൾ ചെയ്യാനാണ് ശരിക്കും CIA പുറത്തേക്ക് വരുന്നത്. അവർ ആ കാലത്തെടുത്ത സ്ട്രാറ്റജി ഇപ്പോഴും ആപ്ലിക്കബിൾ ആണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി. അവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജനങ്ങളിൽ ഈ പറക്കുന്നളി എന്ന് പറയുന്ന ആ ഒരു വിഷയം, അതിന്റെ ആ ഒരു താല്പര്യം കുറച്ച് കൊണ്ടുവരാന്നുള്ളതാണ്. ഇതിനു വേണ്ടി CIA അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് സയന്റിഫിക് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. മാർഷൽ ഷാഡ്വെൽ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ആ കാലത്ത് അമേരിക്കയിൽ കണ്ടുവരുന്ന ഏറ്റവും റെസ്പെക്ട് ആയിട്ടുള്ള ഫിസിസിസ്റ്റിന്റെയും ആസ്ട്രോണോമേഴ്സിന്റെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നു. അതിനുശേഷം US എയർഫോഴ്സ് കളക്ട് ചെയ്തിരിക്കുന്ന ഇത്തരത്തിലുള്ള പറക്കുന്നളികളുടെ ഡാറ്റ ഇവർക്ക് കൈമാറുക. എന്നിട്ട് ഈ ഒരു സംഭവത്തെ പറ്റി വളരെയധികം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുക. പിന്നീട് ഈ ഒരു സംഭവത്തെ എല്ലാം ശാസ്ത്രീയപരമായിട്ട് ഡീബങ്ക് ചെയ്യുക എന്നുള്ളതാണ് അന്നത്തെ CIA സ്ട്രാറ്റജി. അതായത് ശാസ്ത്രീയപരമായി ഈ ഒരു സംഭവത്തെ എല്ലാം ഡീബങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാലത്തെ ജനങ്ങളെല്ലാം ഈ ഒരു സംഭവത്തെ നിഷ്പ്രയാസം തള്ളിക്കളയും. ആ കാലങ്ങളിൽ CIA രൂപീകരിച്ചിരിക്കുന്ന ഈ ഒരു പാനലിനെയാണ് റോബർട്ട്സൺ പാനൽ എന്ന് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. ഈ പാനലിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരാണ് ഡോക്ടർ റോബർട്ട്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇദ്ദേഹം വളരെയധികം റെസ്പെക്ട് ആയിട്ടുള്ള ഒരു ഫിസിസിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ കൂടെ ലൂയിസ് W. എൽവാരിസ് എന്ന് പറയുന്ന റഡാർ ഫിസിക്സിൽ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ആ കാലങ്ങളിൽ നോബൽ പ്രൈസ് വരെയും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത്ര അധികം വെൽ റെസ്പെക്ട് ആയിട്ടുള്ള ആൾക്കാർ ഈ പറയുന്ന പറക്കുന്നളികളെല്ലാം വെറും ഫേക്ക് ആണ്, അത് ഡീബങ്ക് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അത് തള്ളിക്കളയില്ല. ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നോ രണ്ടോ ചേരുന്ന ഒരു പാനലല്ല. ഒരുപാടധികം റോക്കറ്റ് എക്സ്പേർട്സ് ഉണ്ട്, ജിയോളജിസ്റ്റും ഉണ്ട്. അങ്ങനെ പല ശാസ്ത്രീയമായിട്ടുള്ള മേഖലയിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ ഒരു പാനലിലുള്ളത്. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോകുന്തോറും ഇവരുടെ ആ ഒരു സ്ട്രാറ്റജി പയ്യെ വർക്ക്ഔട്ട് ആക്കി തുടങ്ങി. അതിന്റെ ഭാഗമായി പറക്കുന്നളികളെ നേരിട്ട് കണ്ടിരിക്കുന്ന ആൾക്കാരെ നേരിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയും അവരുടെ ടെസ്റ്റിമോണീസ് ഒക്കെ കളക്ട് ചെയ്യുകയും അങ്ങനെ പല കലാപരിപാടികൾ ആ കാലഘട്ടത്ത് ഇതിന്റെ ഭാഗമായിട്ട് നടന്നു പോയിട്ടുണ്ട്. അങ്ങനെ 1951 to 52 ആ ഒരൊറ്റ വർഷങ്ങൾ കൊണ്ട് ഏകദേശം 75ഓളം വെൽ ഡിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള UFO കേസസ് ആണ് അവിടെ സ്റ്റഡി ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ന്യൂ മെക്സിക്കോയിൽ വെച്ച് സംഭവിച്ച വളരെയധികം ഫേമസ് ആയിട്ടുള്ള ആ ഒരു UFO കേസും ഉൾപ്പെടും. ഇതിലൂടെ ഇവരുടെ പ്രധാന ലക്ഷ്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ ഇവർ ഗ്യാദർ ചെയ്യുക, അതിനെപ്പറ്റി പഠിക്കുക, എങ്ങനെയെങ്കിലും അത് ഡീബങ്ക് ചെയ്യാൻ ശ്രമിക്കുക. അതായത് അത് അതായിരിക്കും ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതെങ്ങനെയെങ്കിലും ആ ഒരു കേസ് ഡിസ്മിസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സൂര്യന്റെ മുന്നിലൂടെ പക്ഷികൾ പറന്നു പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവത്തെ ആയിട്ട് നമുക്ക് തോന്നിയേക്കാം. അതായത് ഒരു പറക്കുന്നളിയായിട്ട് നമുക്ക് തോന്നിയേക്കാം. ഒരു ബലൂൺ ഇങ്ങനെ പറന്നു പോവുകയാണെങ്കിൽ അതൊരു പറക്കുന്നളിയായിട്ട് തോന്നിയേക്കാം. അങ്ങനെ പല കാര്യങ്ങൾ ഇവർ ഡീബങ്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ കോമഡി എന്താ വെച്ചാൽ അന്ന് അവർ പറഞ്ഞിരിക്കുന്ന അതേ ഡീബങ്കിങ് സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പോഴും ഒരുപാടധികം ഗൂഗിൾ ഡീബങ്കേഴ്സ് ചെയ്യുന്നത്. ഒരു സംഭവത്തെ കണ്ടു കഴിഞ്ഞാൽ അതിപ്പോ ഗവൺമെന്റ് തന്നെ നേരിട്ട് കൊണ്ടുവന്ന് ഇറക്കിയ ഒരു സംഭവമാണെന്നെങ്കിലും അതൊരു ബലൂൺ ആണ്, അതൊരു കിളിയാണെന്ന് പറഞ്ഞ് ഡിസ്മിസ് ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തുണ്ട്. അങ്ങനെ ഈ 75ഓളം കേസുകളിൽ ഭൂരിഭാഗവും അവർ എങ്ങനെയൊക്കെയോ ഡീബങ്ക് ചെയ്യുന്നു.
ഇവിടെ 75 കേസിന്റെ ഭൂരിഭാഗം അവർ ഡീബങ്ക് ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് എല്ലാം ഡീബങ്ക് ചെയ്തു എന്നല്ല പറയുന്നത്. അപ്പോൾ ബാക്കി കേസുകളെല്ലാം ഈ പറയുന്ന ഡീബങ്ക് ചെയ്ത ഒരു മെത്തേഡ്സിലൂടെ ഡീബങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ന്യായം പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള കേസുകളെല്ലാം അവർ അന്ന് ഡിസ്മിസ് ചെയ്യുന്നു. ഇത്തരം പൊറോട്ട നാടകങ്ങൾ നമ്മുടെ ലോകത്ത് നടന്നു പോയ കാര്യങ്ങളാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അതിന്റെ ഭാഗമായി ഡോക്ടർ റോബർട്ട്സൺ പറയുന്ന ഒരു കേസ് ഉണ്ട്. അതിന്റെ പേര് ഫൂ ഫൈറ്റേഴ്സ് എന്നാണ്. സംഭവം എന്താ വെച്ചാൽ ഒരു ഫൈറ്റർ ജെറ്റ് ഇങ്ങനെ പറന്നു പോവുകയായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ എന്തൊക്കെയോ ലൈറ്റ് പോലത്തെ സംഭവങ്ങൾ ഈ ഫൈറ്റർ ജെറ്റ് പോകുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനെ പറന്നു വരുന്നു. ഈ ഒരു സംഭവം ഇവിടുത്തെ ഫൈറ്റർ പൈലറ്റ് സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിനെ ഡീബങ്ക് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് അത് മിക്കവാറും എന്തെങ്കിലും ഒരു ബോൾ ലൈറ്റിംഗ് ആയിരിക്കുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജ് ആയിരിക്കുമെന്നോ അങ്ങനെ സയന്റിഫിക്കലി റെലവെന്റ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരുപാടധികം എക്സ്പ്ലനേഷൻസ് കൊടുത്ത് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഡീബങ്ക് ചെയ്യുന്ന ഒരു അവസ്ഥ. അതോടൊപ്പം തന്നെ ഈ പാനൽ ഒരു കാര്യം കൂടി കൺക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പറക്കുന്തള എന്ന് പറയുന്ന ഒരു സംഭവം അത് ജനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ഉപദ്രവം ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തെ പറ്റി നമ്മൾ അധികം പേടിക്കേണ്ട കാര്യമില്ല എന്നും ഇവർ കൺക്ലൂഡ് ചെയ്യുന്നു. അന്ന് അവരെടുത്ത ഒരു സ്ട്രാറ്റജി അത് ഇപ്പോഴും വർക്ക്ഔട്ട് ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും വലിയൊരു കോമഡി. കോൾഡ് വാർ സമയത്തുണ്ടായിരുന്ന ആ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ജാം ഒഴിവാക്കാൻ വേണ്ടി CIA എടുത്ത ഒരു സ്ട്രാറ്റജിയാണ് ശരിക്കും UFO ഡീബങ്കിങ് എന്ന് പറയുന്ന ആ ഒരു സംഭവം. അത് നേടിയെടുക്കാൻ വേണ്ടി ഇവർ ഏത് അറ്റം വരെയും പോകും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ആ കാലത്ത് ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സയന്റിസ്റ്റുമാരെയാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആർക്കും പ്രത്യേകിച്ച് യാതൊരു സംശയവും തോന്നൂല. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ പറക്കുന്തള എന്ന് പറയുന്ന ആ ഒരു മിസ്റ്ററി അത് ഗവൺമെന്റിന് തന്നെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ഈ ഒരു പദ്ധതി പ്രാബല്യത്തിൽ വന്നതോടെ പറക്കുന്തളയെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടിങ്സ് എല്ലാം വളരെയധികം കുറഞ്ഞു. ഇനി അഥവാ ആരെങ്കിലും നേരിട്ട് ഒരു പറക്കുന്തളിയെ കാണുകയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ ഇവർ വളരെയധികം മടിക്കും. കാരണം അക്കാലത്ത് ഗവൺമെന്റ് ഇല്ല എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും അവരെ കളിയാക്കും. അതോടൊപ്പം തന്നെ ഏതൊരു സമൂഹത്തിലും മറിച്ച് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. അതായത് ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട്, അതായത് ഈ പറക്കുന്തളികളൊക്കെ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. അവരെ കോൺസ്പിറസി തിയറിസ്റ്റ് എന്നും ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളെ മിസ്ലീഡ് ചെയ്യിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് എന്നുള്ളൊരു കാര്യം ഇവരുടെ ആ ഒരു സ്ട്രാറ്റജിയിൽ പെട്ട ഒരു കാര്യങ്ങളാണ്. ഇതിന്റെ എല്ലാം അർത്ഥം ഒന്നേ ഉള്ളൂ, പറക്കുന്തളയെ UFO എന്നൊക്കെ പറയുന്നത് അത് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്നത് ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള നറേറ്റീവ് മാത്രമാണ്. അതിന്റെ പ്രധാന ഉദാഹരണമാണ് ഈ വർഷം ഗവൺമെന്റ് തന്നെ പുറത്തേക്ക് വന്നിങ്ങനെ പറയുന്നു, ശരിയാണ് ഞങ്ങൾ ഇതേപോലുള്ള ഒരുപാട് പറക്കുന്തളയെ കാണുന്നുണ്ട്, അതെന്താണ് ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ വന്ന് പറയുന്നു. ഒരു കാലത്ത് ഈ ഒരു സംഭവത്തെ ഡീബങ്ക് ചെയ്ത അതേ ഗവൺമെന്റ് തന്നെയാണ് ഇപ്പോ ഈ ഒരു സംഭവം ഉണ്ട് എന്ന് വന്ന് പറയുന്നത്. അതോടൊപ്പം വളരെയധികം രസകരമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഇവർ നീക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ആ കാലഘട്ടത്തിൽ ജനങ്ങൾ ടെലിവിഷൻ ഉപയോഗിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഒരുപാടധികം പ്രൊഡക്ഷൻ കമ്പനികളോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു. അതായത് നിങ്ങൾ പറക്കുന്തളി എന്ന് പറയുന്ന ഒരു സംഭവം, ആ ഒരു ടോപ്പിക് അത് ഇവരുടെ കോമിക്കുകളിലും കാർട്ടൂണുകളിലും ഒരുപാടധികം TV ഷോസിലൊക്കെ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ആ പറക്കുന്തളി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനോടുള്ള ഒരു പേടി, ആ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാം കുറഞ്ഞു കിട്ടും. ഇത്തരത്തിലുള്ള സ്ട്രാറ്റജികളെല്ലാം ഇവർ നീക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഈ PDF-ൽ വളരെയധികം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സത്യം പറയുകയാണെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ അറ്റാക്കിനെ പേടിച്ച് അവർ UFO എന്ന് പറയുന്ന ഒരു സംഭവത്തെ മനഃപൂർവ്വം ഡീബങ്ക് ചെയ്യുന്നു. എന്നാൽ ഏകദേശം ഒരു 74 വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇതിലൂടെ എല്ലാം ഞാൻ പറയുന്നത് ഈ പറയുന്ന UFO എന്ന് പറയുന്ന ഒരു സംഭവം ഒരു അന്യഗ്രഹ ജീവിയാണെന്നോ അങ്ങനത്തെ ഒരു സംഭവം ഒന്നല്ല. ഇത് ശരിക്കും ഒരു മിസ്റ്ററി തന്നെയാണ്. അത് എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അത് അന്നും അറിയില്ല, ഇന്നും അറിയില്ല. അന്ന് അവർ ഒരുപാടധികം ന്യായങ്ങൾ ഉപയോഗിച്ച് ഈ ഒരു സംഭവത്തെ ഡീബങ്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ കൈവശം ഒരുപാടധികം വീഡിയോ എവിഡൻസ് ആണുള്ളത്. ഇതാണ് ശരിക്കും റിയാലിറ്റി. ഇതൊന്നും അറിയാതെ പണ്ട് മുതലേ ആൾക്കാർ ഡീബങ്ക് ചെയ്യുന്ന അതേ സൂത്രപ്പണികൾ ഉപയോഗിച്ച് ഇപ്പോഴത്തെ ഗവൺമെന്റ് റിലീസ് ചെയ്തിരിക്കുന്ന ഫയൽസ് എല്ലാം ഡീബങ്ക് ചെയ്യുന്ന ഒരുപാടധികം മഹാന്മാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പൊ നമ്മുടെ ലോകത്ത് നടക്കുന്നത് എന്തോ വലുതിന്റെ ഒരു ചെറിയ സ്റ്റാർട്ടിങ് മാത്രമാണ് എന്നാണ് എൻ്റെ ഒരു ഫീലിംഗ് പറയുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അവർ ഡീബങ്ക് ചെയ്ത അതേ സാധനം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഉണ്ട് എന്ന് വന്ന് പറയുന്നു. ഈ ഒരു സംഭവത്തിന്റെ അങ്ങേയറ്റം എത്തുമ്പോഴാണ് നമ്മുടെ മലയാളം മാധ്യമങ്ങളുടെ ചെവിയിലേക്ക് ഇത് എത്തുള്ളൂ എന്നുള്ളൊരു കാര്യം വേറൊരു വാസ്തവം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കാം. നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.